ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമറിൻ ബത്ലഹേമിൻ്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ളൊരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യലായിട്ടുള്ള, എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ, അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്, 6ാം തവണ കഴിഞ്ഞിട്ടാണെങ്കിൽ 18 വയസ്സ്. 18 വയസ്സ്. അപ്പോൾ അന്ന് സിബി സാറിൻ്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജിയേട്ടൻ ആണെങ്കിലും 6ാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ, അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷേട്ടനും, ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു.